ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ഞണ്ട് കഴുകി വെട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള 3 സവാള, ഒരു 2-3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് കരിവേപ്പില, 2 തണ്ട് രമ്പയില, അതായത് നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കില്ലേ ആ ഇല, അത് 2 എടുത്ത് വെച്ചിട്ടുണ്ട്. സവാളയും തക്കാളിയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണേ, കുനുകുന. അതുപോലെ തന്നെ മല്ലിയില, കരിവേപ്പില, രമ്പയില, പച്ചമുളക് എല്ലാം ഇതുപോലെ മുറിച്ചെടുക്കണം ചെറുതായിട്ട്. ഇനിയൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പെരുംജീരകം, അതായത് വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, അത് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു സാധനവും കൂടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷണലാണ്. ഞാനത് ചേർക്കുന്നുണ്ട്. അല്പം കായപ്പൊടി. പൊടികളെല്ലാം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ടൊമാറ്റോയും 2 രമ്പയില അരിഞ്ഞു വെച്ചിരുന്നില്ലേ, അതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെട്ടി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണും അല്പവും കൂടെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചത് തന്നെയാണ്, റെഡിമെയ്ഡ് വാങ്ങിയതല്ല കേട്ടോ. അടുത്ത് എന്താണ് ഇതിലേക്ക് ചേർക്കുന്നതെന്ന് ഒന്ന് നോക്കിക്കൊള്ളണേ. കുറച്ച് വാളംപുളി പുഴിഞ്ഞ വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഞണ്ട് വേകാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ. വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് അത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പാത്രം മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാറെല്ലാം കുറുകി നല്ല റോസ്റ്റ് പരുവത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയണേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ബൈ.